ഒരു നാടിൻ്റെ നന്മയ്ക്ക് വേണ്ടി നിലകൊള്ളുവാൻ പരമ്പരാഗതമായി നമ്മുടെ ഭാരതം ലോകത്തിന് കാഴ്ചവെച്ച ഏറ്റവും വലിയ ഉദാത്തമായൊരു സങ്കല്പനമാണ്. സനാതനധർമ്മത്തിൻ്റെ മൂല്യമുള്ള ഇടമാണ് യഥാർത്ഥത്തിൽ ക്ഷേത്രങ്ങൾ. പക്ഷേ ക്ഷേത്രങ്ങളും ആരാധനാലയങ്ങളും പലപ്പോഴും ഇത്തരം ധർമ്മങ്ങൾ നിർവഹിക്കുന്നതിൽ എവിടെയെങ്കിലും തെറ്റുകൾ പറ്റിയിട്ടുണ്ടെങ്കിൽ അതൊരിക്കലും ക്ഷേത്രത്തിൻ്റെ സങ്കല്പത്തിൻ്റെ ഭാഗമായിട്ടുള്ളതല്ല. മനുഷ്യരുടെ നേതൃപരമായ കാര്യങ്ങളിൽ പലപ്പോഴും പ്രശ്നങ്ങൾ സംഭവിക്കുന്നത് കൊണ്ടാണ് ഇത്തരം മൂല്യങ്ങൾ പലപ്പോഴും ചോർന്നു പോകുന്നത്. അവിടെയാണ് നല്ല മനുഷ്യനെ സൃഷ്ടിച്ചെടുക്കുവാനുള്ള ക്ഷേത്ര വിശ്വാസികളുടെ, ക്ഷേത്രത്തിൻ്റെ സനാതനമായ ഭാരവാഹികളുടെ ഒരു മിടുക്ക്, ഒരു സാമർഥ്യം കാണേണ്ടത്. നല്ല മനുഷ്യനാകുക എന്നുള്ളതാണ് നല്ല ഭക്തിയുള്ളവനാകുക എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. നല്ല മനുഷ്യൻ എന്ന് പറയുമ്പം അതിങ്ങനെ നിർവചിക്കാൻ നല്ല മനുഷ്യൻ ഇന്നതായിരിക്കണം എന്നൊക്കെ ഇൻഡിക്കേറ്റേഴ്സ് ഒന്നുമില്ല. മനുഷ്യനെയും പ്രകൃതിയെയും സകല ജീവജാലങ്ങളെയും മനസ്സിലാക്കാനും പഠിക്കാനും പ്രചരിപ്പിക്കുവാനും ഒക്കെയുള്ള ഉപാധികളോടെ മനുഷ്യത്വത്തെ നിർവചിക്കുവാൻ ക്ഷേത്രസങ്കല്പങ്ങൾക്കും ക്ഷേത്രവിശ്വാസികൾക്കും ഭക്തിക്കും എന്ന് സാധിക്കുന്നുവോ അന്നേ ഈ സനാതനമായ മൂല്യങ്ങൾ നമുക്ക് നിലനിർത്താൻ സാധിക്കും. ക്ഷേത്രവിശ്വാസവും ഭക്തിയൊന്നും ഒരു മനുഷ്യനെ ഭിന്നിപ്പിക്കാനുള്ളതല്ല. മനുഷ്യൻ്റെ സാർവത്രികപരമായ പുരോഗതിയാണ് ക്ഷേത്രസങ്കല്പം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അവിടെ ജാതി ഉണ്ടായിരുന്നില്ല, മതങ്ങളുണ്ടായിരുന്നില്ല, കക്ഷി രാഷ്ട്രീയത്തിൻ്റെ ഒക്കെ അപ്പുറം മനുഷ്യൻ്റെ സ്നേഹത്തെ, വികാരങ്ങളെ, സ്വഭാവങ്ങളെ ശുദ്ധീകരിക്കാനുള്ള ഒരു വലിയ ഇടം, സങ്കല്പങ്ങൾ. അതാണ് ഭാരതം ലോകത്തിന് വെച്ച ഏറ്റവും വലിയ ഉദാത്തമായ സനാതന മൂല്യങ്ങളുള്ള ഈ ക്ഷേത്രമെന്ന് പറയുന്നത്. നമ്മുടെ പുണ്യമായ ഈ പുണ്യഭൂമി, ലോകത്തിൻ്റെ ഗുരുസ്ഥാനത്ത് നിൽക്കുന്ന ഭാരതഭൂമി, ഭാരതദേശം ഒരുപക്ഷേ ലോകത്തിന് വെളിച്ചമായി തീർന്നത് ഈ സങ്കല്പത്തിൻ്റെ ഭാഗമായിട്ടാണ്. നല്ല മനുഷ്യനെ സൃഷ്ടിക്കാൻ ഭക്തി രൂപപ്പെടുത്തിയതാണ് യഥാർത്ഥത്തിൽ ഭാരതം. നമുക്കത് സാധിക്കുന്നുണ്ടോ എന്നുള്ളതാണ് നമ്മുടെ മുമ്പിലുള്ള ചോദ്യം. പൂന്താനത്തിൻ്റെ കഥകൾ പറഞ്ഞുകൊണ്ട് ഹ്രസ്വമായ ഭാഷകളിലൂടെ ഈ പെരുമൺപുറ അപ്പൻ്റെ മുമ്പിൽ അത് പറയാതിരുന്നാലും ശരികേടാവും. പൂന്താനം യഥാർത്ഥത്തിൽ എന്താണ് പറഞ്ഞത്? പൂന്താനത്തിൻ്റെ ഭക്തിഗീതങ്ങൾ രാവിലെ, ഉച്ചയ്ക്കും വൈകിട്ടും എല്ലാ ക്ഷേത്രങ്ങളിൽ നിന്നും പി ലീലയിലൂടെയോ മറ്റ് ഗായികമാരിലൂടെയോ നാം കേൾക്കുന്നുണ്ട്. എങ്ങനെയാണ് പൂന്താനത്തിൻ്റെ ആ വേദവും ഉപനിഷത്തും ദർശനങ്ങളും പുരാണങ്ങളും എല്ലാം ആവാഹിച്ചെടുത്ത ആ കാവ്യമുണ്ടല്ലോ, ഭക്തിയുടെ കാവ്യം, എങ്ങനെയാണ് അത് തുടങ്ങുന്നത്? അത് തുടങ്ങുന്നത് എങ്ങനെയാണ്? കൃഷ്ണ കൃഷ്ണ മുകുന്ദ ജനാർദ്ദന കൃഷ്ണ ഗോവിന്ദ നാരായണ ഹരേ അച്യുതാനന്ദ ഗോവിന്ദ മാധവ സച്ചിദാനന്ദ നാരായണ ഹരേ. ഹരേ എന്ന് പറയുമ്പം സംസ്കൃതത്തിൽ ഭജിക്കുക എന്നർത്ഥമുണ്ട്, വിജയിക്കുക എന്നർത്ഥമുണ്ട്. നിരവധി അർത്ഥങ്ങൾ ഭാഷാപ്രയോഗങ്ങളിൽ ഹരേ എന്നുള്ള പദങ്ങൾക്ക് നമുക്ക് അർത്ഥം കാണാൻ സാധിക്കും. നാരായണ ഹരേ എന്ന് പറയുമ്പം അങ്ങനെ ആ തലങ്ങളിൽ, ആ ആംഗിളിൽ, ആ കോണുകളിൽ നിന്ന് നോക്കുമ്പോൾ നാരായണ ഹരേ എന്ന് പറയുമ്പം നാരായണൻ ജയിക്കട്ടെ, നാരായണം ജയിക്കട്ടെ എന്നൊക്കെ പറയുമ്പം എന്താണ് ഈ നാരായണം? 4 വേദം സങ്കോചിച്ചതാണ് തിരുനാമമന്ത്രം, 4 അക്ഷരം ചേർന്നാൽ പിന്നെ പറയാനുണ്ടോ? നാരായണൻ എന്നുള്ള പദം, നാരായണം എന്നുള്ള പദം പല വേദങ്ങളിൽ നിന്നും, ഉത്കൃഷ്ടമായ വേദങ്ങളിൽ നിന്നും ആവിർഭവിച്ച സനാതന മൂല്യത്തിൻ്റെ കർമ്മവൈഭവങ്ങളുടെ ഒക്കെയുള്ള ആകത്തുകയാണ് ഈ പേര്. സമത്വമാണ് ഈ ദർശനങ്ങളുടെ ഏറ്റവും വലിയ സമൃദ്ധിയുള്ള ഒരു വികാരം. സമത്വം എന്ന് പറഞ്ഞാൽ ലോകം മുഴുവൻ സുഖമായിരിക്കട്ടെ, ലോകാസമസ്ത സുഖിനോ ഭവന്തു എന്ന് പറയുന്ന ഭാരതീയ ദർശനത്തിൻ്റെ അടിസ്ഥാന ശിലയാണ്. ആധുനികപരമായി സിനിമാ പാട്ടുകളിൽ നിങ്ങളൊരു പാട്ട് കേട്ടിട്ടുണ്ടാവും. അദ്ദേഹത്തിൻ്റെ പാട്ടിൽ
ആ വിപ്ലവ ഗാനത്തിൻ്റെ ആ പാട്ടിൽ അദ്ദേഹം ഒരു കാര്യം പറഞ്ഞിട്ടുണ്ട്. സമത്വമെന്നൊരാശയം നശിക്കുകയില്ല ഈ ഭൂമിയിൽ, നമുക്ക് സ്വപ്നമൊന്നു തന്നെ അന്നും ഇന്നും എന്നുമേ. നമുക്ക് സ്വപ്നം എന്ന് പറയുന്നത് എല്ലാ കാലത്തും സമത്വമാണ്. നമ്മളെല്ലാവരും ഒന്നാണെന്ന് വിശ്വസിക്കുന്ന സമത്വം, അത് വേദമാണ്, അത് ഉപനിഷത്താണ്, അത് ഭാഗവതമാണ്, അത് രാമായണമാണ്. നമ്മളെല്ലാവരും ഒന്നാണെന്ന് വിശ്വസിക്കുകയാണ്. മനുഷ്യരെല്ലാവരും ഒന്നാണെന്ന് വിശ്വസിക്കുന്ന ഉദാത്തമായ സങ്കല്പമാണ് ഭാരതം ലോകത്തിന് കാഴ്ചവെച്ചത്. ആ നാരായണം ജയിക്കട്ടെ, ആ സങ്കല്പങ്ങൾ ജയിക്കട്ടെ എന്ന് പറഞ്ഞ പൂന്താനം ഒരു കാര്യം പിന്നെയും കൂടി പറഞ്ഞു. എന്താണ് പറഞ്ഞത്? ഇന്നലെയോളം എന്തെന്നറിഞ്ഞില്ല, ഇനി നാളെയും എന്തെന്നറിഞ്ഞില്ല. ഞാൻ കർമ്മം കൊണ്ടൊരു ഡോക്ടറാണ്. രാവിലെ ഉച്ചയ്ക്കും വൈകിട്ടും മനുഷ്യനെ ജീവനോടെ കാണുന്നു, മരണപ്പെട്ടത് പോസ്റ്റ്മോർട്ടം ചെയ്യുന്നു. അങ്ങനെ വൈവിധ്യമാർന്ന തലങ്ങൾ എൻ്റെ കൈകളിലൂടെയും എൻ്റെ ചിന്തകളിലൂടെയും ദിവസം പ്രതി നൂറുകണക്കിൽ ഇങ്ങനെ പോവുകയാണ്. എപ്പോഴാണ് മരിക്കുന്നത്, എപ്പോഴാണ് ജീവിക്കുന്നത് എന്നൊക്കെ പറയുന്നതിന് എന്തെങ്കിലും അർത്ഥമുണ്ടോ യഥാർത്ഥത്തിൽ? ആ അർത്ഥതലങ്ങളില്ലാത്തൊരർത്ഥമുണ്ടല്ലോ, ആ അർത്ഥമാണ് പൂന്താനം നമ്മളോട് പറഞ്ഞത്. ഇന്നലെയോളം എന്തെന്നറിഞ്ഞില്ല, ഇനി നാളെയും എന്തെന്നറിഞ്ഞില്ല, ഇനി കണ്ട തടിക്കു വിനാശവും ഇന്ന് നേരവും ഏതെന്നറിയില്ല. ഇതെപ്പോഴാണ് തട്ടിപ്പോകുക എന്നറിയില്ല. അങ്ങനെ പോവുകയാണ് ജീവിതം. അങ്ങനെ പോകുന്നത് യഥാർത്ഥത്തിൽ നമ്മൾ മനസ്സിലാക്കുമ്പം കൊടുങ്ങല്ലൂർ വരെ നിങ്ങളൊന്ന് പോയാൽ മതി. അവിടെ ഭരണിപ്പാട്ട് പാടുന്നതിൻ്റെ മുമ്പ് ഭക്തന്മാർ കോമരം തുള്ളി പാടുന്നൊരു പാട്ടുണ്ട്, നിങ്ങൾ കേട്ട് കാണും. ആദ്യം പറയുന്നതാണ് വേദം, ആദ്യം പറയുന്നതാണ് ഉപനിഷത്ത്, ആദ്യം പറയുന്നതാണ് രാമായണം. അതെന്താണ് പറയുന്നതെന്നറിയോ? താനാരോ തെന്നാരോ തക താനാരോ തെന്നാരോ. ഞാനാരാണ്, നീ ആരാണ്, ഞാനാരാണ്, നീ ആരാണെന്ന് ചോദിക്കുന്നതാണ് വേദം. ഞാനും നീയും ആരുമല്ല, ഇതം ന മമ എന്ന് പറയുന്നതാണ് വേദം. നമ്മളൊന്നുമല്ല എന്ന് വിശ്വസിക്കുന്നതാണ് വേദം. ആ വേദമാണ് നമ്മളിൽ നിന്ന് അന്യപോയത്. കാരണം നമുക്ക് ഭാഷയോട് എന്തോ ഒരു വികാരം ആണ്. ഇംഗ്ലീഷ് ഭാഷ മാത്രമാണ് ശരിയെന്ന് നാം വിശ്വസിക്കുന്നു. ഞാൻ ഇംഗ്ലീഷ് സാഹിത്യത്തിൽ ബിരുദമെടുത്തിട്ടുണ്ട്, ഇംഗ്ലീഷിൽ കവിതകൾ എഴുതാറുണ്ട്. ഭാഷ ആശയവിനിമയത്തിനുള്ള ഒരു ഉപാധിയാണ്. പക്ഷേ അമ്മയുടെ ഭാഷ, മുലപ്പാലിൻ്റെ ഭാഷ തിരസ്കരിക്കുന്നവൻ സ്വന്തം നാടും സ്വന്തം മണ്ണും സ്വന്തം അച്ഛനും സ്വന്തം അമ്മയെയും സ്വന്തം സംസ്കൃതിയെയും എന്താ വിചാരണ ചെയ്യുമെന്നുള്ള കാര്യത്തിൽ ഒരു തർക്കമില്ല. അതിനർത്ഥം മലയാളം മാത്രമാണ് ശരിയെന്ന് അർത്ഥമാക്കരുത്. എല്ലാ ഭാഷയും ശരിയാണ്. ഇറ്റാലിയൻ ശരിയാണ്, അറബി ശരിയാണ്, സംസ്കൃതം ശരിയാണ്. ഭാഷകളൊക്കെ ഒരുപോലെ തന്നെ ആശയവിനിമയമാണ് ഭാഷയുടെ ശരി. പക്ഷേ നമ്മുടെ ചിന്തകളിൽ ഈ ബ്രിട്ടീഷുകാർ തുടങ്ങി വെച്ച ഒരു രീതി ഉണ്ടല്ലോ, അത് നമ്മളിന്നിങ്ങനെ ഏറ്റുപാടുകയാണ്. ആ ഭാഷ അതുകൊണ്ട് നമുക്ക് സംസ്കൃതത്തെ അറിയാതെ പോയി, മലയാളത്തെ അറിയാതെ പോയി. അതിലെഴുതി വച്ചിരിക്കുകയാണ് ഇതം ന മമ. ഈ ലോകത്തിന് ഭാരതം കൊടുത്ത ഏറ്റവും വലിയ പദമല്ലേ ഇതം ന മമ. ഇതൊന്നും എനിക്ക് വേണ്ടിയല്ല എന്ന് പറയുകയാണ്. അങ്ങനെ വേറെ പിന്നെ ഇത് ആർക്കൊക്കെ വേണ്ടിയാണ്? നമുക്കെല്ലാം, പ്രകൃതിയിലെ സകല ജീവജാലങ്ങൾക്കും സകല ചരാചരങ്ങൾക്കും വേണ്ടിയിട്ടുള്ളതാണ് ഈ വേദം, ഉപനിഷത്ത്, ആ ദർശനങ്ങൾ. അതാണ് പൂന്താനം പറഞ്ഞത്. പൂന്താനം ഇങ്ങനെ പറഞ്ഞു പോവാണ്. മലയാള ഭാഷയിൽ ഇങ്ങനെ ശുദ്ധ മലയാളത്തിൽ പീലിലയിലൂടെ നിങ്ങൾക്ക് ഈ അമ്പലത്തിൽ നിന്നും സകല അമ്പലങ്ങളിൽ നിന്ന് കേൾക്കാമെങ്കിലും നാമോ നമ്മുടെ പൂർവികരോ അല്ലെങ്കിൽ നമ്മുടെ അനന്തര തലമുറയോ ഒരു മിനിറ്റ് നേരം എന്താണ് ആ ചൊല്ലുന്നത് എന്ന് നിങ്ങൾ മനസ്സിരുത്തി ഒന്ന് പോയി കേൾക്കണം. രാത്രി കിടന്നുറങ്ങുന്നതിൻ്റെ കുറച്ച് മിനിറ്റ് മുമ്പ് എന്താണ് ആ പറഞ്ഞതെന്ന് കേൾക്കണം. പറഞ്ഞത് വേദമാണ്. എന്താ പറഞ്ഞത്? ഇന്നലെയോളം എന്തെന്നറിഞ്ഞില്ല, ഇനി നാളെയും എന്തെന്നറിഞ്ഞില്ല. ഇങ്ങനെ പറഞ്ഞു പോയതാണ് യഥാർത്ഥത്തിൽ നമ്മൾ ഈ അമ്പലങ്ങളിൽ നിന്നൊക്കെ കേൾക്കുന്നത്. അതുകൊണ്ട് താനാരോ തെന്നാരോ എന്ന് പറയുന്നത് ഒരു തെറിപ്പാട്ടമൊന്നുമല്ല. ഭാരതം ലോകത്തിനോട് പറഞ്ഞതാണ് ഞാനും നെയ്യും ആരല്ല. സ്വയം ചോദിക്കാൻ പറയാണ്. പിന്നെയാണ് അവർ പല തെറിപ്പാട്ടുകളൊക്കെ പാടുന്നത്. ആദ്യം പറയുന്നത് വിശ്വസംസ്കൃതിയുടെ ഒരു രൂപമാണ് ഞാനും നെയ്യും ആരല്ല. ജനിച്ച് ആ മരണത്തോടടുക്കുന്ന ഒരു ജീവിതയാത്രയുണ്ടല്ലോ, ആ ജീവിതയാത്രയുടെ ധന്യതയളക്കുന്ന അളവുകോലാണ് ജീവിതത്തിൻ്റെ സംസ്കൃതി. ആ സംസ്കൃതി ഇല്ലാത്തതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ടവരെ, ഇന്നിപ്പോൾ സ്ഥിതി എന്താണെന്നറിയോ? എൻ്റെയും നിങ്ങളുടെയും വീട്ടിൽ യാതൊരു തരത്തിലുള്ള മൂല്യങ്ങളില്ലാത്തൊരു ജീവിതം കടന്നു വന്നിരിക്കുന്നു. കുടുംബ കോടതിയിൽ പോയാൽ രസാവഹമായ കാഴ്ചകളാണ് എൻ്റെയും നിങ്ങളുടെയും വീട്ടിൽ.
ഭാര്യയും ഭർത്താവും തമ്മിൽ ഒരു ബന്ധവുമില്ല, ഒക്കെ ടെക്നിക്കലാണ്. എന്തോ ഒരു ലോകം. ഈ മൊബൈൽ ഫോണും കൂടി വന്നതോടുകൂടെ ജീവിതം എന്നൊന്നില്ലാതായി. പക്ഷേ മൊബൈൽ ഫോൺ ശരിയല്ല എന്ന് പറയാൻ പറ്റുമോ? ശാസ്ത്രത്തിൻ്റെ ഏറ്റവും വലിയ നൂതനവും ഏറ്റവും ആവശ്യമുള്ളതും ഏറ്റവും ഉപകാരപ്രദവുമായിട്ടുള്ള ഈ ശാസ്ത്രീയ ഉപകരണത്തെ പോലും സ്വന്തം ജീവിതം ഹോമിക്കാൻ വേണ്ടി മനുഷ്യൻ വിട്ടുകൊടുക്കുന്നു.